ചേച്ചിയുടെ കല്യാണത്തിന് ശേഷം ഈ അടുത്ത കാലത്തൊന്നും ഇത്തരം വട്ടുകൾ എനിക്ക് ഉണ്ടായിട്ടില്ല. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വെള്ളം കുടിക്കാൻ പറഞ്ഞിട്ടോ. ഓക്കെ, ഈ ഓഗസ്റ്റ് ലാസ്റ്റ് സെപ്റ്റംബറായിട്ട് എൻ്റെ കോളേജിൽ പഠിച്ച ഫ്രണ്ട്സിൻ്റെ പല പ്രോഗ്രാംസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഏത് ഡ്രസ്സ് ഇടും, എങ്ങനെ പോകുന്നൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. പൊതുവേ ഞാനിങ്ങനെ ട്രയൽസ് ഒന്നും നോക്കണ ആളെയല്ല, കയ്യിൽ കിട്ടണത് എടുത്തിട്ട് ആ ദിവസം അങ്ങോട്ട് പോകും. ആ ഒരു മൈൻഡാണ്. ഇതിപ്പം മേക്കപ്പ് അടക്കമൊക്കെയാണ് ഡ്രസ്സ് ഇട്ട് ട്രയൽ വെക്കുന്നത്. കൃത്യമായിട്ട് ആ സമയത്ത് മഴയും വന്നിട്ട് ചില ദിവസങ്ങളിൽ നമ്മുടെ മനസ്സ് ഭയങ്കര സന്തോഷമായിരിക്കും. അങ്ങനെ ഒരു ദിവസം വരുന്നുണ്ടായിരുന്നു. പിന്നെ മഴയും കൂടി അറിഞ്ഞിട്ട് അങ്ങോട്ട് കയറാമെന്ന് ഓർത്ത്. പക്ഷേ എന്നെ ഞെട്ടിച്ച കാര്യം ഇതൊന്നുമല്ല. ഞാൻ ഇട്ടിരുന്ന മേക്കപ്പ് വലിയ കേടുപാടുകളൊന്നും കൂടാണ്ട് അങ്ങനെ തന്നെ ഇരിക്കണം. ഇത്രയും വലിയ മഴ കൊണ്ടിട്ട് ഒലിച്ചു കൊണ്ടിരിക്കാൻ മാത്രമേ നമ്മൾ പെർമനൻ്റ് ആയിട്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വെക്കുമെന്നല്ലോ ഫേസിൽ. അത് വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് അങ്ങനെ തന്നെ ഇരിക്കണം. പിന്നെ ഞാൻ ടിഷ്യൂ വെച്ച് ഗംഭീരമായിട്ടുള്ള തുടക്കലല്ല കാണാമല്ലോ, ഇങ്ങനെ ഒപ്പിയാണ് എടുത്തത്. എന്നാലും വലിയ കുഴപ്പമില്ലാണ്ട് എനിക്ക് ആക്ച്വലി ആദ്യം ഇട്ടേനേലും മഴ കൊണ്ട് നനഞ്ഞ് തുടച്ച് കഴിഞ്ഞപ്പോൾ ഈ മേക്കപ്പ് ലുക്കാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അത് ഞാൻ സ്ഥിരമായിട്ട് വീഡിയോ പറയാറുള്ള വാട്ടർ പ്രൂഫിൻ്റെ നമ്മുടെ ഈ 3 പ്രൊഡക്റ്റ് വെച്ചിട്ടാണ് ഞാൻ മേക്കപ്പ് ട്രയൽ ഇട്ടേച്ചതും. ഈ സംഭവങ്ങളൊക്കെ എൻ്റെ ഫ്രണ്ട് ഗ്രീഷ്മ അയർലൻഡിൽ പോയി വന്നപ്പോൾ എനിക്ക് വേണ്ടി കൊണ്ടുവന്നതാണ്. എനിക്കതിപ്പോൾ ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. ഇതാണ് ഞാൻ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഫേസസ് കാൻഡയുടെ 3-in-1 ഫൗണ്ടേഷനാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. ജസ്റ്റ് ഒരു ഫൗണ്ടേഷൻ മാത്രമല്ല, ഇതിൽ മോയ്സ്ചറൈസറും SPF 30 അടങ്ങിയിട്ടുള്ള സൺസ്ക്രീൻ കൂടിയാണ്. നമ്മുടെ വിരൽ വെച്ച് തന്നെ ചെയ്യണമല്ലോ, അതേ ഫീല്. ഇത് നമുക്ക് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഓൾ ഡേ ഹൈഡ്രാമാറ്റ് ഫൗണ്ടേഷൻ ആണ് കേട്ടോ. മാത്രമല്ല ഇതിൽ അലോവേരയും വൈറ്റമിൻ സിയും അടങ്ങിയിട്ടുണ്ട്. ചുണ്ടത്ത് ഞാൻ ഓൾറെഡി ഇട്ടേച്ചത് ഫേസസ് കാൻഡയുടെ ഈ ഒരു ലിപ് ബാം ആയിരുന്നു. ആ ലിപ് ബാം ഞാൻ രാവിലെ അടങ്ങി ഇടുന്നുണ്ട്. അപ്പോൾ ലിപ്സ്റ്റിക് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഫേസസ് കാൻഡയുടെ കോഫി മാറ്റ് വാവ് ലിപ്സ്റ്റിക്കാണ്. ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് ചോക്കോ കൗച്ച് 01 ആണ്. ആക്ച്വലി ഇതൊരു ന്യൂഡ് ബ്രൗൺ ഷെയ്ഡാണ്. പക്ഷേ ഞാൻ ആ ലിപ് ബാമിന്റെ പൊക്കത്തിട്ടുകൊണ്ട് എനിക്ക് കിട്ടിയത് ഒരു ഓറഞ്ച് ഷെയ്ഡാണ്. ആ കളർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്തിട്ട് നല്ല രീതിയിൽ ലോങ് ലാസ്റ്റിംഗ് ആണ്. ഇഷ്ടപ്പെട്ട തീർന്നിട്ടും അതിൻ്റെ പരിപ്പിളകിയിട്ട് ഞാൻ വിടാത്ത ഫേസസ് കാൻഡയുടെ തന്നെ. ഇത് ആക്ച്വലി ലിപ്സ്റ്റിക്കാണ്. ഞാൻ പക്ഷേ ലൈനറായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതെന്താ വേറെ എന്ത് മറന്നാലും ഞാൻ ഇത് എവിടെ പോലും കൊണ്ടുപോകും. ഒരു സ്റ്റെപ്പ് ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ആണ് ആക്ച്വലി യൂസ് ചെയ്തത്. ലോങ് ലാസ്റ്റ് ആൻഡ് വാട്ടർ പ്രൂഫ് മേക്കപ്പ് ഒക്കെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത സ്റ്റെപ്പാണ് മേക്കപ്പ് ഫിക്സർ. ആക്ച്വലി ഇതാണ് ഒരു മേക്കപ്പ് എത്ര നേരം ലാസ്റ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന ആൾ. ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പും എല്ലാ മേക്കപ്പും കഴിഞ്ഞ് ലാസ്റ്റ് അപ്ലൈ ചെയ്യും. ഓരോ സ്റ്റെപ്പിൽ ഇത് അപ്ലൈ ചെയ്തതിന് അത്രയും നേരം ലാസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഇങ്ങനെ ഫേസ് സെറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഡ്രസ്സ് ട്രൈ ചെയ്ത് നോക്കിയത്. മഴ പെയ്തൊന്നും നനഞ്ഞതൊക്കെ എന്തായാലും നനഞ്ഞാൽ പിന്നെ കുളിക്കാമെന്ന് ഓർത്ത്. പക്ഷെ അപ്പോഴും എൻ്റെ മനസ്സിലൊരു വിഷമമുണ്ട്. ഈ പ്രാവശ്യം ബ്രാൻഡ് എനിക്ക് അയച്ചു തന്നത് എൻ്റെ സ്കിന്നിൽ ഒരു സ്റ്റെപ്പ് ബ്രൈറ്റ് ആയ ഫൗണ്ടേഷനാണ്. അപ്പോൾ ട്രൈ നോക്കിയപ്പോഴാണ് ഇതിന് മുമ്പ് അയച്ചത് എൻ്റെ കറക്റ്റ് ഷെയ്ഡ് കിട്ടി. ഇത്രയും പരിപാടിയൊക്കെ തന്നെയല്ലേ. അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മുടെ സ്കിൻ ടോൺ അനുസരിച്ചുള്ള ഷെയ്ഡ് തന്നെ നോക്കി വാങ്ങുക. സോ വേണ്ടവർക്ക് ഈ QR കോഡ് സ്കാൻ ചെയ്ത് പർച്ചേസ് ചെയ്യാം. അതല്ല കൊച്ചി, ബാംഗ്ലൂർ, ചെന്നൈയിലുള്ളവരാണെങ്കിൽ പർപ്പിൾ ആപ്പ് യൂസ് ചെയ്ത് പർച്ചേസ് ചെയ്താൽ 2-3 hours തന്നെ അവർ ഡെലിവറി ചെയ്യുന്നതായിരിക്കും.